യുഎസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സമാപനമായതിനു പിന്നാലെ നിർണായക പ്രതികരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 രാത്രികളിൽ ഇറാന് നേരെ നടത്തിയ ആക്രമണം സൈനികമായി ഇറാനെ തളർത്തിയെന്ന് യുഎസ് പ്രസിഡന്റ് പറഞ്ഞു. താൻ നടത്തിയ ഇടപെടലുകളാണ് ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ ഇടയാക്കിയതെന്നും ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ഹോർമൂസിൽ ഇടപെട്ടാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് ഇറാൻ സേന താക്കീത് നൽകുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം ഇറാൻ അംഗീകരിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. CNBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഫലം എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സൈനികപരമായി ഇറാൻ പൂർണ്ണമായും പരാജയപ്പെട്ടു കഴിഞ്ഞു. അവരുടെ പക്കൽ ഇനി ചില മിസൈലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വിചാരിച്ചാൽ അതും ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും, ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാനെതിരെ US നടത്തിയ ശക്തമായ തിരിച്ചടികളെക്കുറിച്ചും ട്രംപ് അഭിമുഖത്തിൽ പരാമർശിച്ചു. അതേസമയം കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടിയെന്നും ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെയും വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം ഭീഷണി ഉയർത്തിയിരുന്നു. സംസ്കാര ചടങ്ങിൽ 2 കോടിയോളം പേർ പങ്കുചേരും. അതിനിടെ USഉം ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിനായി ഖത്തറും പാകിസ്ഥാനും സംയുക്തമായി നടത്തിയ ചർച്ചകൾ വിജയകരമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു. 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ച താൽക്കാലിക കരാറിൽ നേരത്തെ ധാരണയായ വിഷയങ്ങളിൽ മാത്രമാണ് ദോഹയിൽ നടന്ന ചർച്ചയിൽ ഇരുവിഭാഗവും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവും മരവിപ്പിച്ച ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളുമാണ് 2 ദിവസത്തെ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. ജൂൺ മാസത്തിൽ യുദ്ധം താൽക്കാലികമായി നിർത്താൻ കാരണമായ കരാറിന്റെ തുടർച്ചയായാണ് ഈ ചർച്ചകൾ നടന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ചർച്ചകളിൽ അനുകൂലമായ പുരോഗതിയുണ്ടെന്നും ഖത്തർ അറിയിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പുരോഗതിയുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ആണവ വിഷയം ഇത്തവണത്തെ ചർച്ചകളിൽ വന്നിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആണവ വിഷയം പിന്നീട് ചർച്ച ചെയ്യുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇനി അടുത്ത നീക്കങ്ങളെന്നാണ് ഇത്തരത്തിൽ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ, ഖത്തർ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ദോഹയിൽ ചർച്ച നടത്തിയത്. 14-ന് ധാരണാപത്രത്തിലെ വിവിധ വിഷയങ്ങളിൽ പുരോഗതിയുണ്ട്. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കളുടെ കൈമാറ്റം എന്നിവയിലൂന്നിയായിരുന്നു ആ ചർച്ച.